ഖുർആനിൻ്റെ തുടക്കം ബിസ്മില്ലാഹ്. ആരെ പേര് കൊണ്ടാണ്? അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാണ്. ഖുർആനിൻ്റെ അവസാനം മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. അല്ലേ? തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പേര്, അവസാനിക്കുന്നത് മനുഷ്യൻ്റെ പേര്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയതാണ്. വിശുദ്ധ ഖുർആന്റെ പ്രമേയം തന്നെ മനുഷ്യനാണ്. ഖുർആനിൽ 2 അധ്യായം മനുഷ്യൻ എന്ന പേരിലുണ്ട്. സൂറത്തുൽ നാസ് ഒരധ്യായം, സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ ഒരു അധ്യായം. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ എന്ന പരാമർശം 600-ലധികം സ്ഥലങ്ങളിൽ ഖുർആൻ മനുഷ്യൻ എന്ന പരാമർശം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ ഉത്ഭവം, വളർച്ച, മനുഷ്യ ശരീരത്തിൽ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഇതെല്ലാം ഖുർആനിൽ പരാമർശമുണ്ട്. അല്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് എത്തിയ ഇന്ദ്രിയ ബീജം മുതൽ നാളെ സ്വർഗത്തിലെത്തുന്നത് വരെ മനുഷ്യനെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആനിൻ്റെ എല്ലാ സംഗതികളും. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യേക അറിവ് എന്താണത്? ഖുർആൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ അക്ഷരം ഏതാ? ബിസ്മില്ലാ. ഏതുകൊണ്ടാണ് തുടങ്ങുന്നത്? ബാ കൊണ്ടാണ് തുടങ്ങുന്നത്. ഖുർആൻ അവസാനിക്കുന്ന അക്ഷരം ഏതാ? സാ. ഞാൻ വിചാരിച്ചു ബാവിനനുസരിച്ച് സാ ആയോ. മോനെ ഇതും കൂടി ഒന്ന് തിരിക്കോ, കുറച്ച് കണ്ണിലേക്ക് ഇങ്ങനെ ഒരൽപ്പം. മതി, മർഹബ. അപ്പോ ഖുർആൻ തുടങ്ങുന്ന അക്ഷരം ആദ്യ അക്ഷരം ബാ, അവസാനിക്കുന്ന അക്ഷരം സീന്. ബാവും സീനും ചേർത്ത് വെച്ചാൽ ഒരു പുതിയ പദം രൂപപ്പെടും. അതൊന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾ. ബസ് ഇത് മതി, ബസ് ഇത് മതി. ബാ കൊണ്ട് തുടങ്ങി സീന് കൊണ്ട് അവസാനിക്കുന്ന, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങി മനുഷ്യൻ്റെ പേര് കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആൻ ബസ്. ആണിനും പെണ്ണിനും ഇത് മതി, ഇരുട്ടിലും വെളിച്ചത്തിലും ഇത് മതി, ആരോഗ്യത്തിലും രോഗത്തിലും ഇത് മതി, ഡോക്ടർക്കും രോഗിക്കും ഇത് മതി, ഉസ്താദിനും ശിഷ്യനും ഇത് മതി, ഷെയ്ഖിനും മുരീദിനും ഇത് മതി, ദുനിയാവിലും ആഖിറത്തിലും ഇത് മതി, ശൈശവത്തിലും ബാല്യത്തിലും വാർദ്ധക്യത്തിലും യുവത്വത്തിലും എല്ലാം വിശ്വാസികളെ ഖുർആൻ മതിയായതാണ്. അങ്ങനെയുള്ള ഒരു ഖുർആൻ അല്ലാഹു തആല നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. വിജ്ഞാനങ്ങളായ വിജ്ഞാനങ്ങൾ മുഴുവനും ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂര്യനെ കുറിച്ച് 37 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പോരാത്തതിന് ഒരു അധ്യായത്തിൻ്റെ പേര് സൂര്യൻ എന്നാണ്. എന്തിനെയാണ് ഖുർആൻ ഇത്രയധികം പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സൂര്യനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത്? പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നതിൽ ഊർജം നൽകുന്ന സൂര്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. വിശുദ്ധ ഖുർആനിൽ ചന്ദ്രനെ കുറിച്ച് ഒരു സൂറത്തുണ്ട്. 24 പ്രാവശ്യമോ 27 പ്രാവശ്യമോ ചന്ദ്രനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. സൂര്യൻ ഭരണാധികാരിയാണെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി കൂടിയാണ്. ഈ രൂപത്തിൽ നമുക്ക് ചന്ദ്രനെയും ഖുർആനിനെയും, ചന്ദ്രനെയും സൂര്യനെയും മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഏതൊക്കെ വിഷയത്തിലാണ്? അൽ ഹയവാനാത്തു ഫിൽ ഖുർആൻ, ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജീവികൾ, അതിനെ സംബന്ധിച്ച് മാത്രം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പ്രബന്ധങ്ങളുണ്ട്. അസ്സമാഉ ഫിൽ ഖുർആൻ, ആകാശം ഖുർആനിൽ. അൽ അർളു ഫിൽ ഖുർആൻ, ഖുർആനിലെ തുയൂറു ഫിൽ ഖുർആൻ, ഖുർആനിലെ പക്ഷികൾ.
അൽ അസ്റ്റാർ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ചെടികളും മരങ്ങളും. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ബസ് ഇത് മതി. ഏത് കാർഷിക ശാസ്ത്രജ്ഞനും ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഏത് ശാസ്ത്രജ്ഞന്മാരായാലും അവർക്കെല്ലാം ഗവേഷണം നടത്താൻ ബസ് ഈ ഖുർആൻ മതിയായതാണ്. സങ്കടം എന്താണ്? ഖുർആനിൻ്റെ വിശ്വാസികളായ നാം വിശുദ്ധ ഖുർആനെ പഠിക്കുന്നില്ല എന്നതാണ്. എന്നാൽ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തൊക്കെ നിങ്ങൾ നല്ലോണം ചൊല്ലിക്കോളി, അതിന് ഒരു പ്രശ്നവും വരാനില്ല. ഒന്നും മിണ്ടാതിരുന്നാലും മലക്കുകൾ പോയി പോകും. അവർക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ, അപ്പോഴല്ലേ അവർ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറ് തരട്ടെ. ഞാൻ ഈ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വേണമെന്ന് പറയും. നമ്മളിങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലാൻ നല്ല ഉഷാറുണ്ടാവും. അപ്പം നമുക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നും. ഒരു ഫുട്ബോൾ കളി കാണാൻ പോയാൽ അടിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കലല്ല, പന്ത് ഇങ്ങനെ പോണത് കാണുമ്പോൾ തന്നെ ഒന്നെന്താക്കണം, മുട്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം. നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ആമീനും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കിട്ടണ്ടേ. നിങ്ങൾ വേറെ ഏതോ ലോകത്തും, ഞാനിങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി തെരുമാറാവട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മഹാന്മാർ, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത്? മുത്തുനബിയുടെ കൂടെ നിന്നുകൊണ്ട് ഖുർആൻ പഠിച്ചിരിക്കുന്ന മഹാന്മാർ. ഒരാളെ ഉദാഹരണത്തിന് പറയാം. കാത്തിബുൽ വഹി എന്ന സ്ഥാനപ്പേര് ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. കാത്തിബുൽ വഹി, വഹി എഴുതി വെക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആൾ. അള്ളാഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ ഓർഡർ വഹിയാണ് കിട്ടിയാൽ ആ കിട്ടിയ ഉടനെ നബി തങ്ങൾ ആദ്യം ഓതിക്കൊടുക്കുന്നത് ആർക്കാണ്? ഖുർആൻ എഴുതി വെക്കുന്ന ആൾക്കാണ്. നബി തങ്ങൾ ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുത്താൽ അപ്പം നബി തങ്ങൾ അത് ഓതിക്കൊടുക്കുന്ന ആദ്യമായിട്ട് അത് ഓതിക്കൊടുക്കുന്നതായിരിക്കും കാത്തിബുൽ വഹി. 1.25 ലക്ഷം സ്വഹാബാക്കളുടെ കൂട്ടത്തിലും ലോക മുസ്ലിങ്ങളിലും ഒറ്റ ആൾക്ക് മാത്രമാണ് കാത്തിബുൽ വഹി, വഹി എഴുതി വെക്കുന്ന ആൾ എന്ന പദവി ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ആരാണത്? അത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. എൻ്റെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാരും സെയ്ദ് ബിൻ സാബിത്ത് തങ്ങളെക്കുറിച്ച് ഒരല്പം അറിയണം. സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറയുകയാണ്, എനിക്ക് 13 വയസ്സ് പൂർത്തിയായി വരുന്നേ ഉള്ളൂ. അന്ന് ഹിജറ 2-ാം വർഷമാണ്. മദീന മുനവ്വറിൽ റമളാനിന്റെ തൊട്ട് മുമ്പ് ബദറിന്റെ അംവാജുൽ ബദർ, ബദറിന്റെ തിരമാലകൾ ഇങ്ങനെ അലയടിക്കുകയാണ് അവിടെ. അതെന്താ കാരണം? 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ ദുരിതപൂർണമായ അനുഭവം. അവിടെ നിന്ന് മദീനയിലേക്ക് മനസ്സ് പറിച്ചു നട്ടിരിക്കുന്ന സ്വഹാബ 450 കിലോമീറ്റർ മക്ക വിട്ട് മദീനയിൽ വന്നിട്ടും ഇനി മദീനയിൽ ഇസ്ലാം വളർന്ന് വരികയാണ്. മദീനക്കാർ മാത്രമല്ല, മദീന ഒരു സൊസൈറ്റിയായി വരികയാണ്. മദീന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആവുകയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രമുഖർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ മക്കയിലെ ശത്രുക്കൾക്ക് വളരെയധികം പ്രതിസന്ധിയായി. അവർ അവിടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാളങ്ങളും ആയുധങ്ങളും സജ്ജീകരിച്ച് മദീനയിലേക്ക് വർഷങ്ങൾ നീണ്ടുനിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സാമ്പത്തിക സ്രോതസ് ഒരുക്കിയിട്ട് അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് ഇങ്ങോട്ട്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ശക്തിയും അബൂജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാള ശക്തിയും ആയുധ ബലവും അവർ ബദറിൽ കേന്ദ്രീകരിച്ച് മദീനയെ നാമാവശേഷമാക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ പ്രതിരോധത്തിന് വേണ്ടി തീരുമാനിക്കുന്നത്. ആ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുമ്പോൾ പട്ടാളക്കാരെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ. പട്ടാളത്തിലേക്ക് ഇങ്ങനെ മുഹാജിറുകൾ അൻസാരികൾ പട്ടാളത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ ഒരു ദിവസം ഹിജറ 2-ാം വർഷം 13 വയസ്സ് തികയാത്തൊരു കൊച്ചു ബാലൻ ഉമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലെത്തി. ബീവി നൂറ ബിൻത്ത് മലിക് അവർ മകന്റെ കയ്യും പിടിച്ചു വന്നു. ആ കുട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വന്നിരിക്കുന്നത് തങ്ങളുടെ സാമീപ്യത്ത് തന്നെ എനിക്ക് നിൽക്കണം, അവിടുത്തെ ഒരു പൊരുത്തം കിട്ടണം. ഇപ്പൊ ബദറിലേക്ക് പട്ടാളക്കാരെ എടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പട്ടാളത്തിൽ ചേരാൻ ഉദ്ദേശിച്ചു വന്നതാ. നബി തങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ അറബികൾ ഉപയോഗിക്കുന്ന നല്ല ഒരു വാളുണ്ട്.
വാളിൻ്റെ വലിപ്പവും കുട്ടിയുടെ വലിപ്പവും നോക്കിയാൽ വാളാണ് വലിപ്പം കൂടുതൽ. അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോൾ സഭ മുഴുവനും അത്ഭുതപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ മുഖപ്രകാശത്തോടു കൂടെ ആശ്ചര്യജനകമായി ആ കുട്ടിയെ ഒന്ന് നോക്കി. ആ കുട്ടിയുടെ വാക്കെന്താണ്? നബിയെ, വാളും പിടിച്ച് നിന്നുകൊണ്ട് എന്നെ ബദറിലേക്കുള്ള പട്ടാളത്തിൽ ചേർക്കണമെന്നാണ്. യാ റബ്ബ്. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കിയിട്ട് റസൂലുള്ള സന്തോഷത്തിൽ ചുമലിൽ ഇങ്ങനെ ഒന്ന് മുട്ടി. അങ്ങനെ ഉണ്ടല്ലോ ഒരു സന്തോഷം. ആ സന്തോഷപ്പെട്ടൊന്ന് ചുമലിലൊന്നിങ്ങനെ തട്ടിയിട്ട്, മോനെ അൽഹംദുലില്ലാ, മകൻ്റെ അപേക്ഷയെ അംഗീകരിച്ചും സന്തോഷപ്പെടുത്തിയും നബി തങ്ങളൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ പട്ടാളത്തിലേക്ക് എടുക്കാനുള്ള പ്രായമായില്ലല്ലോ, പട്ടാളത്തിൽ ചേരാനുള്ള സമയമായില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിക്കത് വല്ലാത്ത ഒരു വിഷമമായി. നബി തങ്ങൾ പട്ടാളത്തിലേക്ക് സമയമാകാത്തത് കൊണ്ട് എടുക്കാതെ തിരിച്ചയച്ചപ്പോൾ ആ കുട്ടി പുറത്തിറങ്ങിയിട്ട് വാളുകൊണ്ട് നിലത്തൊന്ന് മുട്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു പ്രയാസം രേഖപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടി പിന്നീട് ആലോചിക്കാണ്, അർഹമുർ-റാഹിമീനായ റബ്ബേ, മുത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുഹദറത്തിലെത്തിയിട്ട് അവിടുത്തെ ഏറ്റവും സാമീപ്യമുള്ള ഒരു പ്രവർത്തകനാകാൻ എനിക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ പട്ടാളത്തിൽ ചേരണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് സമയമാകാത്തത് കൊണ്ട് എന്നെ തിരിച്ചയച്ചല്ലോ. ഇനി ആ ചെറിയ കുട്ടി അവിടുത്തെ ഉമ്മയോട് പോയിട്ട് പറയുകയാണ്, ഉമ്മ, മുത്തുനബി നമ്മെ തിരിച്ചയച്ചില്ലേ, എനിക്ക് ഇനി റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാൻ എന്തൊരു ഭാഗ്യമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആലോചിക്കട്ടെ. ഉമ്മയും മകനും കൂടി നല്ലൊരു തീരുമാനത്തിലെത്തി. എന്താണ് ആ തീരുമാനം? ഉമ്മാനോട് മോൻ പറയാണ്, ഉമ്മ, പട്ടാളത്തിൽ ചേർക്കാനല്ലേ പ്രായം നോക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ അതാ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുണ്ട്, ഖുർആൻ തഫ്സീർ പഠിക്കുന്നവരുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ ഇരിക്കുന്നു. അവരെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, യുവാക്കളുണ്ട്. ഇതൊക്കെ നിറഞ്ഞവരാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ദർസിൽ ചേർന്നാൽ, ഖുർആൻ പഠിക്കാൻ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ, മുത്തുനബിയുടെ കൂടെ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രായപരിധിയില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നെ റസൂലുള്ളാഹിന്റെ ദർസിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ആ സ്വഹാബിയായ കുട്ടി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മാന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഉമ്മ പിന്നെ മോനെ ഇങ്ങനെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ ആങ്ങളമാര് തുടങ്ങിയ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് അവരും വന്നു. അല്ലാഹു റബ്ബി, പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കല്ലേ, അപ്പോൾ മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സമയത്ത് ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയേ, എൻ്റെ ഈ മോനുണ്ടല്ലോ, തങ്ങൾ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും. തങ്ങൾ എങ്ങനെയാണോ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്ന ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും നബിയേ. അതങ്ങ് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായി. ഒരു കോളേജിലൊക്കെ ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ലേ? പ്ലസ് 1 ചേരുകയാണെങ്കിൽ, SLC ചേരുകയാണെങ്കിൽ, 8ാം ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഏതിനും, അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ കുട്ടിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മഅ സഖാഫത്തുൽ ഇസ്ലാമിയ. 33ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അത് 2000 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ, 8ാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയെ, ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടിക്ക് 4ാം ക്ലാസ്സിൽ വിവരമില്ല. പിന്നെ അവനെങ്ങനെ 8ാം ക്ലാസ്സിൽ ചേരും? അപ്പോൾ ഉസ്താദന്മാർ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ, ആ കുട്ടിയെ നമുക്ക് ചേർക്കാൻ കഴിയില്ല, എന്താ ഇപ്പം ചെയ്യുക? ഞാൻ പറഞ്ഞു, മെല്ലെ സമാധാനത്തിൽ വാപ്പയോട് പറഞ്ഞേക്ക്. വാപ്പയുടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വാപ്പ ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കുട്ടിയെ ഞാനിവിടെ ചേർക്കുന്നതേ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം അവൻ പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ കോളേജ് ഉണ്ടാക്കിയത്? പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ ജയിച്ചിട്ട് പഠിച്ച കുട്ടികളെ പഠിപ്പിക്കാനാണ്? പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ ഇത് ഉണ്ടാക്കണത്. അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ്, അതുകൊണ്ട് ഓനവിടെ ചേർത്ത് പഠിപ്പിക്കണം എന്നാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ അയാളെ ഇരുത്തി ഒരു കട്ടൻ ചായയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചാൽ നിങ്ങളിവിടെ ചേർന്നോളി എന്നാണ്. അങ്ങനെയാണ് പിന്നെ പ്രശ്നം പരിഹരിച്ചത്. അല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ മതിയെങ്കിൽ അത്രയല്ലോ. ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ചേർക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മെമ്മറി പവറുണ്ടോ? അവനതിന് ജിജ്ഞാസയുണ്ടോ? മാതാപിതാക്കൾക്ക് അവനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ? അതല്ല വെറുതെ ഭക്ഷണം കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പിന്നെ വാപ്പാനെ ചേർക്കല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട്
നാം ഓർക്കണം, നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബാക്കളും ഇരിക്കുന്ന സദസ്സിൽ വന്നുകൊണ്ട് കുട്ടിയെ ചേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ നിനക്ക് വിശുദ്ധ ഖുർആനിൽ വല്ലതും പാഠമുണ്ടോ? അള്ളാഹിൻ്റെ റസൂലിനോട് ആ ചെറിയ കുട്ടി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഞാൻ ഖുർആനിൽ നിന്ന് 17 സൂറത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. യാ റബ്ബ്, ഞാൻ ഖുർആനിൽ 17 സൂറത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഓതാൻ പറഞ്ഞു. അല്ലാഹ് സ്വഹാബാക്കൾ അക്കാബിറു സ്വഹാബത്തൊക്കെ അങ്ങനെ ഇരിക്കുന്ന സഭയിൽ ആ കുട്ടി അങ്ങോട്ട് ഓതിയപ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തിട്ട് നബി തങ്ങൾ ഓതിക്കൊടുത്ത അതേ രൂപത്തിൽ വല്ലാത്ത അക്ഷരശുദ്ധി, എന്തൊരു സ്ഫുടമായിരിക്കുന്ന ഓത്താണ്. ഖുർആന്റെ തജ്വീദും തർത്തീലുമൊക്കെ നന്നായിട്ട് 17 സൂറത്തങ്ങ് ഓതിയപ്പോൾ ഉമ്മ പറഞ്ഞു, നബിയേ എൻ്റെ മോനിക്ക് ഓതുന്നത് മാത്രമല്ല ഖുർആൻ എഴുതാനും അറിയാം നബിയേ. അല്ലാഹു റബ്ബി, എൻ്റെ മോനിക്ക് ഓതാൻ മാത്രമല്ല എഴുതാനും അറിയാം നബിയേ. അതങ്ങ് പറഞ്ഞപ്പോൾ എഴുത്ത് അന്ന് അപൂർവം ആളുകൾക്കേ അറിയുകയുള്ളൂ, എഴുതാനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോനോടൊന്ന് എഴുതാൻ ആവശ്യപ്പെട്ടു. എന്ത് നല്ല കയ്യക്ഷരത്തിലാണ് അറബി എഴുതുന്നത്, ഖുർആൻ എഴുതുന്നത്. അല്ലാഹ്, എഴുത്തും അതുപോലെ തന്നെ ഓത്തും അത് രണ്ടും നല്ല ക്ലിയർ ആയപ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ ദർസിൽ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഇപ്പോൾ ആധികമായ ആളുകൾ മദീനയിൽ വരുന്നത് ഇബ്രാനി സംസാരിക്കുന്നവരുണ്ട്, സുരിയാനി സംസാരിക്കുന്നവരുണ്ട്, യഹൂദികളും നസാറാക്കളുമായി അവർ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഒക്കെ ഭാഷ അറിയുന്നതും ഓതുന്നവരും അങ്ങനെയുള്ള ലെറ്ററുകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നീ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു. തഅല്ലം ലീ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അങ്ങനെ, എനിക്ക് വേണ്ടി നീ ഇബ്രാനി പഠിക്കണം, എനിക്ക് വേണ്ടി നീ സുരിയാനി ഭാഷ പഠിക്കണം. ആ കുട്ടി ഏറ്റെടുത്തു. എന്നിട്ട് സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരാഴ്ച മറ്റൊന്നും ചിന്തിച്ചില്ല. ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പഠിക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് ഇബ്രാനി ഭാഷയും പഠിച്ചു, സുരിയാനി ഭാഷയും പഠിച്ചു, എഴുത്തും വായനയും എല്ലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് 3 ഭാഷയിൽ എഴുതി കൊടുക്കുന്നു, 3 ഭാഷയിൽ വായിച്ചു കൊടുക്കുന്നു, 3 ഭാഷയിൽ സംസാരിച്ചു കൊടുക്കുന്നു. അല്ലാഹ്, നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളും നമ്മുടെ ദഅവാ കോളേജുകളും ഒക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുകയാണ്. ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം 8ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്ന കുട്ടി +1 +2 അതേപോലെ തന്നെ ഡിഗ്രി PG ചെയ്തുകൊണ്ടാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത്. സഖാഫി ബിരുദധാരികൾ അതുപോലെ തന്നെ ഹസനി ബിരുദധാരികൾ വിവിധ കോളേജുകളിൽ വിവിധ ബിരുദം വാങ്ങുന്ന ആളുകൾ PG ചെയ്തുകൊണ്ട്. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അറബി മാത്രം പോരാ, ഇബ്രാനി പഠിക്കണം, സുരിയാനി പഠിക്കണം. മുത്ത് നബിക്ക് വേണ്ടി ആ കുട്ടി അത് പെട്ടെന്ന് പഠിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരാഴ്ച കൊണ്ട് അതുകൂടി പഠനം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ മറ്റു സ്വഹാബാക്കൾക്ക് മധ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു, കാത്തിബുൽ വഹ്യ് സെയ്ദ് ബിൻ സാബിത്ത്. വിശ്വസ്തനായ സെയ്ദ് ബിൻ സാബിത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യ് എഴുതി വെക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പിന്നെ നബി തങ്ങൾക്ക് ഒരായത്ത് അങ്ങോട്ട് കിട്ടിയാൽ ഉടനെ ആ ആയത്ത് സെയ്ദ് ബിൻ സാബിത്തിന് ഓതിക്കൊടുക്കും. അത് ബഹുമാനപ്പെട്ടവർ തിരിച്ച് റസൂലുള്ളാഹിക്ക് ഓതി കേൾപ്പിക്കും. എന്നിട്ട് അത് എഴുതും. എഴുതി കഴിഞ്ഞിട്ട് എഴുതിയത് റസൂലുള്ളാഹിക്ക് ഓതി കേൾപ്പിക്കും. ഇനി സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം അതേതാ കാലം? ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാ? നബിതങ്ങളിൽ നിന്ന് ഫ്രഷായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഓതിക്കൊടുത്ത ഉടനെ റസൂലുള്ളാഹി ഓതിക്കൊടുക്കുന്ന അക്കാലമാണ്. ഏതിനും അതിൻ്റെ അവ്വലുണ്ടല്ലോ. അല്ലാഹു റബ്ബി, ഒരു ബിരിയാണിൻ്റെ ചെമ്പ് പൊട്ടിച്ച ഉടനെ ആ ചൂടോടുകൂടെ കിട്ടണം അല്ലേ? അതാണ് അതിൻ്റെ രസം. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകണത് വേഗാക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന കാലമാണ്. അവിടെ സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എങ്ങനെയാണ് പഠിക്കുന്നത്? അവർ പഠിച്ച രീതി പറയുക. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആന്റെ ആയത്തങ്ങോട്ട് ഓതിയാൽ സ്വഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് ഖുർആന്റെ തിലാവത്ത് എങ്ങനെയാണ് ഓതേണ്ടത്, ഖുർആന്റെ തജ്വീദ് നിയമങ്ങൾ, ഖുർആന്റെ തിലാവത്ത് നിയമങ്ങൾ അല്ലേ, ഖുർആന്റെ പാരായണ നിയമം അനുസരിച്ചുകൊണ്ട് അതാണ് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ആയത്ത് ഓതേണ്ടത്. അറബികളാണ് ആ പഠിക്കുന്നത്. പക്ഷെ അറബികളാന്ന് പറഞ്ഞിട്ടാൽ അവർക്ക് അറബി ശരിക്കും അറിയാം, പക്ഷെ അത് ഖുർആൻ അനുസരിച്ച് അറിയണ്ടേ. അറബികൾക്ക് എന്ത് ചെയ്യാം? അലിഫ് ലാമ് മീമ് സ്വാദ്
അതവിടെ എഴുതി വെച്ചാൽ അലമസ എന്ന് വായിക്കാൻ അറബികൾക്ക് അറിയും അല്ലേ? അലിഫ് ലാം മീം സ്വാദ് അത് റസൂലുള്ള ഓതി കൊടുത്തെങ്കിലേ അറിയുള്ളൂ അല്ലേ? അപ്പുറത്തൊരു സൂറത്തിൽ അലിഫ് ലാം മീം റാ അലമറ എന്ന് വായിക്കാൻ ആർക്കറിയാം? അറബി അറിയുന്നവർക്ക് അറിയാം. അലിഫ് ലാം മീം റാ അതാരാവണം? അത് ഓതി കൊടുക്കണം. അവിടെയാണ് ഒരു ഷെയ്ഖിൽ നിന്ന് പഠിക്കുക, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. ഗുരു, ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ വെളിച്ചം. ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആൾ. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളിൽ നിന്ന് ആയത്ത് കേട്ടാൽ ആദ്യം അതിൻ്റെ പാരായണ നിയമങ്ങൾ ഞങ്ങൾ പഠിക്കും. 1. 2, ആ ആയത്തിൽ ജീവിതത്തിൽ നിലനിർത്തി പകർത്തേണ്ട വല്ല കർമ്മങ്ങളുണ്ടോ അത് പഠിക്കും. 3, ആ ആയത്തിലുള്ള ഗ്രാമർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കും. 4, ആ ആയത്തിലുള്ള സാഹിത്യ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആശയങ്ങൾ അത് പഠിക്കും. 5, ആ ആയത്തിൽ അഹ്കാമുകളുണ്ടോ, ഹലാൽ ഹറാം അത് പഠിക്കും. ഇങ്ങനെ ഒരായത്ത് നബിതങ്ങളിൽ നിന്ന് കിട്ടിയാൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടും ചർവണം നടത്തിയും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു പോയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഖുർആൻ പഠിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളിൽ നിന്ന് ഖുർആനെ സ്വഹാബാക്കൾ ഈ രൂപത്തിൽ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളോട് പ്രഖ്യാപിച്ചു, ഇദാ അൻതും തുരീദൂന അൻ തസ്അലു ഇൽമൻ മിനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിൽ നിന്ന് വല്ല ഇൽമും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുകയാണോ, നിങ്ങൾ ഫസ്അലു സയ്യിദ് ഇബ്നു സാബിത്ത്, ഖുർആനിന്റെ ഇൽമുകൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അത് നിങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്തിനോട് ചോദിച്ചോളൂ എന്ന് സ്വഹാബാക്കളെ മധ്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പ്രഖ്യാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ. റസൂലുള്ളാഹിന്റെ അളാപ്പയല്ലേ അബ്ബാസ് തങ്ങൾ, അവരെ മകനാ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഈ കുട്ടിയെ ശക്തിപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തിരിക്കുന്ന ആളാ. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രമുഖര. അങ്ങനത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എവിടേക്കോ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങുക. ആ ഒരുങ്ങുന്ന സമയത്ത് മൂപ്പര് യാത്ര പുറപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തെ ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിർത്തിയിട്ട് ഒട്ടകത്തെ ഇങ്ങനെ മുട്ടുകുത്തിപ്പിച്ചിട്ട് ഖിദ്മത്ത് തീർത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒട്ടകത്തെ അഴിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തിച്ചിട്ട് ഖിദ്മ ചെയ്തു കൊടുത്തു. അപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അഹ്ലു ബൈത്ത് മുത്തനബിന്റെ കുടുംബമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്നത് അത് ഞങ്ങൾക്കൊരു വല്ലാത്ത വിഷമമാണല്ലോ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹാക്കദാ ഉമിർതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടതിന്റെ ബഹുമാനം നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അഅലമുന്നാസി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഏറ്റവും ആലിമായ നിങ്ങളെ ബഹുമാനിക്കുക എന്നത് ഞങ്ങളെ മുത്തനബി പഠിപ്പിച്ച കാര്യമാണ്. അതങ്ങ് തീരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കൈ പിടിച്ചിട്ട് നല്ലപോലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഹക്കദാ ഉമിർതു റസൂലുള്ളാഹി, നിങ്ങളാകുന്ന അഹ്ലു ബൈത്തിനെ, നിങ്ങളാകുന്ന മുത്തുനബിയുടെ കുടുംബത്തെ ഇതുപോലെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെയും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ആദരിക്കേണ്ടതിനെ ആദരിച്ചും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടതിനെ അനുസരിച്ചും ആദാബുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദീനിയായി ആര്യമായി വിജയിച്ച് ആഖിറം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അഹങ്കാരത്തിനുള്ളതല്ല ഇൽമ്, അഹന്തക്കുള്ളതല്ല ഇൽമ്, തമ്മാടിത്തത്തിനുള്ളതല്ല ഇൽമ്. ഇൽമു എന്ന് പറയുന്നത് അത് നമുക്ക് ഉപകാരപ്പെടണോ,
അത് ഗുരുമുഖത്ത് നിന്ന് അതിൻ്റെ ആദരവിലും ബഹുമാനത്തിലും സ്വീകരിച്ച് കണ്ട നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി കൊടുക്കുന്നു. അവിടുത്തെ പിടിച്ചുകൊണ്ട് ചുംബിക്കൊണ്ട് മറ്റേയാൾ ചുംബിച്ചു കൊടുക്കുന്നു.